PV അൻവർ MLA അറസ്റ്റ് ചെയ്യാൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് നീക്കമുണ്ടായിരിക്കുന്നു. വൻ പോലീസ് സന്നാഹമാണ് ഇപ്പോൾ നിലമ്പൂരിൽ PV അൻവർ MLAയുടെ വീട്ടിലുള്ളത്. അറസ്റ്റ് വിവരം ഇതിനോടകം തന്നെ MLA അറിയിച്ചിട്ടുണ്ട്. അറസ്റ്റിന് താൻ വഴങ്ങും എന്ന് അല്പസമയം മുൻപ് PV അൻവർ 24നോട് പ്രതികരിക്കുകയും ചെയ്തു. തന്റെ ചുറ്റിനും പോലീസുണ്ട്, തനിക്ക് പരിചയമില്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥരാണ് എന്ന് PV അൻവർ പറയുന്നുണ്ട്. നിലമ്പൂരിലെ ജനപ്രതിനിധിയാണ് PV അൻവർ. അദ്ദേഹത്തെ ഈ നിലയ്ക്ക് വലിയ പോലീസ് സന്നാഹത്തോടെ എത്തി അറസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായി ഉയരുന്നുണ്ട് ഈ ഘട്ടത്തിൽ. ഇത് ഇന്ന് രാവിലെ നിലമ്പൂർ DFO ഓഫീസിൽ നടന്ന പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടാണ് പോലീസിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. അവിടെ കാട്ടാന ആക്രമണത്തിൽ ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട ഒരു യുവാവ് കൊല്ലപ്പെട്ടിരുന്നു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് PV അൻവറിന്റെ DMK പ്രവർത്തകർ DFO ഓഫീസിലേക്ക് എത്തിയത്. വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായി. ഓഫീസിന്റെ പൂട്ടടക്കം തകർക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതിൽ പ്രതിഷേധിച്ച് ഇതിന്റെ ഭാഗമായിട്ടാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ആ കേസിൽ PV അൻവറിനെ ഒന്നാം പ്രതിയാക്കിയിരിക്കുന്നു പോലീസ്. മറ്റ് 11 പേരെ കൂടി ഈ കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. PV അൻവറിനെ ഒന്നാം പ്രതിയാക്കിയിട്ടുണ്ട്. അതിന് തൊട്ടു പിന്നാലെയാണ് നിലമ്പൂരിലെ PV അൻവറിന്റെ വീട്ടിലേക്ക് വലിയ പോലീസ് സന്നാഹം എത്തുന്നത്. DYSPമാരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അവർ PV അൻവറിന്റെ വീട്ടിലുണ്ട്. അറസ്റ്റ് വിവരം അറിയിച്ചു. താൻ അറസ്റ്റിന് വഴങ്ങും. ഡോക്ടർ കൂടി അവിടേക്ക് എത്തേണ്ടതുണ്ട്. ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷം അറസ്റ്റ് വഴങ്ങുമെന്ന് PV അൻവർ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇനി പോലീസ് ഇക്കാര്യത്തിൽ വളരെ വേഗം തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. വലിയ പോലീസ് സന്നാഹം ഇതിനോടകം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം PV അൻവറിന്റെ അറസ്റ്റ് ഉണ്ടാകും. നിലമ്പൂരിൽ DFO ഓഫീസിന് മുന്നിൽ നിന്നുണ്ടായ സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ടാണ്, ഓഫീസിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടാണ് PV അൻവർ MLAയെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തിരുന്നത്. നേരത്തെ PV അൻവർ 24നോട് സംസാരിച്ചിരുന്നു. അറസ്റ്റിന് പിന്നിൽ മുഖ്യമന്ത്രിയാണെന്ന് അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. നേരത്തെ അദ്ദേഹം MR അജിത് കുമാറിനെതിരെ അടക്കം വലിയ ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു PV അൻവർ. അതിന് പിന്നാലെ ഉണ്ടായ രാഷ്ട്രീയ സംഭവ വികാസങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഒരു പ്രതികാര നടപടിയാണോ എന്നുള്ള ചോദ്യം അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലൊരു നടപടിയാണ് ഇതെന്ന് PV അൻവർ ഉറപ്പിച്ച് പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയാണ് ഈ അറസ്റ്റിന് നേരിട്ട് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വലിയ വിമർശനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരെയും MR അജിത് കുമാറിനെതിരെയും ഒക്കെ അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് PV അൻവർ നേരത്തെ ഉയർത്തിയിരുന്നതാണ്. അത് ഒട്ടേറെ രാഷ്ട്രീയ കോളിളക്കങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ആ ഘട്ടത്തിൽ തന്നെ PV അൻവർ പറയുന്നുണ്ടായിരുന്നു, ഏതെങ്കിലും ഒരു കേസ് തനിക്കെതിരെ വരും, തനിക്കെതിരെ നീക്കം നടക്കും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്. നിലമ്പൂരിൽ ഉണ്ടായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ PV അൻവർ MLAക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നു. DFO ഓഫീസ് തല്ലിത്തകർത്തു എന്ന് FIRൽ പറയുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചു എന്നൊക്കെ FIRൽ പരാമർശമുണ്ട്. അതിന് തൊട്ടു പിന്നാലെയാണ് PV അൻവറിന്റെ നിലമ്പൂരിലെ വീട്ടിലേക്ക് വലിയ പോലീസ് സന്നാഹം എത്തുന്നത്. ഒന്നിലേറെ DYSPമാർ സംഘത്തിലുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ അറസ്റ്റിനുള്ള നീക്കം നടക്കുന്നു. PV അൻവറിന്റെ DMK പ്രവർത്തകരും നാട്ടുകാരുമൊക്കെ അവിടേക്ക് ചെറുതായി സംഘടിച്ച് എത്തുന്നുണ്ട്. അൻവറിന്റെ വീടിന് മുൻപിൽ വലിയ പോലീസ് സന്നാഹമാണ് ഉള്ളത്. 5 ബസ്സുകളിൽ അവിടെ പോലീസ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായാൽ ഒരുപക്ഷേ ആ പ്രതിഷേധങ്ങളൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് PV അൻവറിനെ കൊണ്ടുപോകാനായിരിക്കും പോലീസിന്റെ നീക്കം. അതിനുവേണ്ടിയുള്ള നടപടികളാണ് പോലീസ് അവിടെ സ്വീകരിച്ചു വരുന്നത്. PV അൻവറിന്റെ വീടിനകത്ത് ഇപ്പോൾ DYSPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമുണ്ട്. വിപിൻ C വിജയൻ വിവരം. PK ഫിറോസ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്, യൂത്ത് ലീഗ് നേതാവ് ടെലിഫോൺ ലൈൻ. ശ്രീ PK ഫിറോസ്, ഈ നിലമ്പൂരിലുണ്ടായ പ്രതിഷേധമുണ്ട് DFO ഓഫീസിന് മുന്നിൽ. ആ പ്രതിഷേധങ്ങളിൽ PV അൻവറിനെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നു. ഇപ്പോൾ വലിയ പോലീസ് സന്നാഹം, PV അൻവറിന്റെ വീട്ടിൽ അറസ്റ്റിനുള്ള നീക്കം. എങ്ങനെ പ്രതികരിക്കുന്നു ശ്രീ PK ഫിറോസ്? അതായത് ഇപ്പോ PV അൻവറിനെതിരെ നേരത്തെ പല ആരോപണങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത്, പരാതികൾ ഉണ്ടായിരുന്ന സമയത്ത് അന്ന് സർക്കാർ യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിച്ചിരുന്നില്ല. എന്തായിരുന്നു കാരണം? അദ്ദേഹം അന്ന് ഭരണകക്ഷി MLA ആയിരുന്നു. എന്നാൽ ഇന്ന് സർക്കാരിനെതിരെ അദ്ദേഹം ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, സർക്കാർ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങളിൽ ശക്തമായ ഒരു നടപടി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ കൃത്യമായി ഭരണകൂടം അതിന്റെ ടൂളിനെ ദുരുപയോഗം ചെയ്യുന്നത് വളരെ വ്യക്തമാണ്. കാരണം സർക്കാരിന് ഇഷ്ടമില്ലാത്ത ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടക്കുകയും ചെയ്യുക, സർക്കാരിന് താല്പര്യമുണ്ടെങ്കിൽ ഏത് പരാതി ലഭിച്ചാലും അവരെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതിന്റെ കൃത്യമായ തെളിവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല 17-ാം തീയതി നിയമസഭ ചേരാനിരിക്കുകയാണ്. നിയമസഭ ചേരാൻ പോകുന്ന സമയത്ത് നിയമസഭയിൽ ഒരു MLAയുടെ സാന്നിധ്യം ഉണ്ടാകാൻ പാടില്ല, സർക്കാരിനെ വിമർശിക്കുന്ന MLA ഉണ്ടാകാൻ പാടില്ല എന്ന താല്പര്യം കൂടി സർക്കാരിന്റെ ഭാഗത്തുണ്ടാവുമെന്ന് ന്യായമായും സംശയിക്കത്തക്ക രീതിയിലാണ് ഇപ്പോൾ സർക്കാർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രതിഷേധാർഹമാണ്.
ഇത് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഒരു നിലപാടാണ്. പ്രതിഷേധ ശബ്ദങ്ങളെ ഇല്ലാതാക്കുക എന്ന് നേരത്തെ തന്നെ പിണറായി സർക്കാർ സ്വീകരിച്ച ഒരു സമീപനത്തിന് തുടർച്ചയാണ്. ശ്രീ പി കെ ഫിറോസ്, ഇപ്പോൾ അദ്ദേഹം ആ നാട്ടിലെ ജനപ്രതിനിധിയാണ്, MLA ആണ്. പോലീസിന് ഇത്തരത്തിലൊരു കേസ് എടുത്താൽ അതിന് സ്വാഭാവികമായ നടപടിക്രമങ്ങൾ ഒരു പക്ഷേ ഒരു ഭാഗത്ത് പൂർത്തിയാക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഇത് ഈ വീട് വളഞ്ഞു വലിയ പോലീസ് സന്നാഹവുമായി വരുമ്പോൾ സ്വാഭാവികമായും ചോദ്യങ്ങൾ ഉയരുന്നുണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും. എന്തിനാണ് ഇങ്ങനെ ഒരു നാടകം കാണിക്കേണ്ട കാര്യം? ഒരു പൊതുപ്രവർത്തന രംഗത്തുള്ള ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം ഒരു നോട്ടീസ് കൊടുത്താൽ ഹാജരാകാം എന്നിരിക്കെ, നേരത്തെ നമുക്കറിയാം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തലിനെയും സമാനമായ രീതിയിൽ അറസ്റ്റ് ചെയ്ത് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോ സർക്കാരിനെതിരെ ശബ്ദിക്കുന്ന ആളുകളെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക, വീട് വളയുക, ഭീഷണിപ്പെടുത്തുക എന്നൊക്കെ ഉള്ളത് നമ്മുടെ നാട്ടിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങളാണ്. അതാണ് ഇപ്പോൾ കേരളത്തിൽ പിണറായിയുടെ പോലീസ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്.